ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഒടുവിൽ ഇന്ത്യ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രശാന്ത് സാർ. ബട്ടിൻഡയിൽ നടന്ന ഡ്രോൺ ആക്രമണം, ആ ഡ്രോണുകളെല്ലാം തുർക്കിയുടേതായിരുന്നുവെന്ന്. അപ്പോൾ ഇന്ത്യയെ ഉന്നം വയ്ക്കുന്നത് പാകിസ്ഥാൻ ഒറ്റയ്ക്കല്ല, ഇന്ത്യയുടെ എല്ലാവിധ സഹായങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ട്. തുർക്കി തന്നെയാണ് ഡ്രോണുകൾ അയച്ചത് എന്നുള്ള കാര്യവും വ്യക്തമാവുകയാണ്. ഈ രീതിയിൽ തുർക്കി ഇന്ത്യയെ ഒരു ഒരു ഉന്നം വയ്ക്കുന്നത്, ഇന്ത്യ ഒരു എയിമായി തുർക്കി കാണുന്നത് പാകിസ്ഥാനുള്ള ഒരു നിരുപാധിക പിന്തുണയുടെ ഭാഗം മാത്രമാണോ, അതോ ഈ ഒരു സംഘർഷാവസ്ഥയിൽ, ഇന്ത്യ പാക് സംഘർഷാവസ്ഥയിൽ തുർക്കിക്ക് മറ്റെന്തെങ്കിലും അജണ്ടകളുണ്ട്? തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രത്യേകത, ആ രാജ്യം ഏത് ഇസ്ലാമിക രാജ്യത്തിന് പ്രശ്നം വന്നാലും ആ രാജ്യത്തിന്റെ കൂടെ നിൽക്കുക. അതിനകത്ത് അവർക്ക് വേറെ തത്വവും അല്ലെങ്കിൽ മോറൽ സൈഡും ഒന്നുമില്ല. അവർക്ക് ഇസ്ലാമിക, അറിയാമല്ലോ, ഇസ്ലാമിക രാജ്യം വരണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം വരുന്ന രാജ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് വരുന്ന രാജ്യമാണ് തുർക്കി. അപ്പം നമ്മളിത് നേരത്തെ മനസ്സിലാക്കിയതാണ്. തുർക്കി ചൈനയും എത്ര പറയുമ്പോഴും ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ യുദ്ധം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഒരു പ്രശ്നം വരുമ്പോൾ രഹസ്യമായിട്ട് സഹായിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളാണ് തുർക്കിയും ഈ പറയുന്ന ചൈനയും. പരസ്യമായിട്ട് ഇസ്രായേലിനെ ഉൾപ്പെടെ വെല്ലുവിളിച്ച് നിൽക്കുന്ന രാജ്യമാണ് തുർക്കി. ആ സമയത്ത് ഇന്ത്യയെ വെല്ലുവിളിയിൽ കൂടി ആ രാജ്യത്തിന് പറ്റിയ പരാജയം മനസ്സിലാക്കി വീണ്ടും ഇന്ത്യയുടെ കൂടെ കൂടി നിന്നാലേ മാർഗമുള്ളൂ എന്നതുകൊണ്ട് ഇന്ത്യയോടെ ചേർന്ന് നിൽക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം വന്നാൽ ഇന്ത്യക്കെതിരെ നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യമേ അവിടെ ആയുധങ്ങൾ, ഡ്രോണുകൾ വന്നെന്ന് നമ്മൾ സ്ഥിരീകരിച്ചിട്ട് ഒരു ഇൻഫർമേഷൻ കൊടുത്തു, ദേശീയ മാധ്യമങ്ങൾ കൊടുത്തു. രണ്ടാമത് കപ്പല്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, സൗഹൃദത്തിന് വേണ്ടി അല്ലെങ്കിൽ വടക്കപ്പൽ അതിലേക്കൂടെ കയറി പോയതാണെന്ന് തുർക്കി പറഞ്ഞില്ലേ. അപ്പൊ അതിനകത്തൊക്കെ നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മൾ തന്നെ തുർക്കിയെ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ തുർക്കി അതൊക്കെ നിഷേധിക്കുകയുണ്ടായത്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തെ നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്ന രാജ്യമല്ല. നമ്മൾ എത്ര പറയുമ്പോഴും ഡ്രോണുകളുടെ നിർമ്മാണത്തിൽ ലോകത്തെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ തുർക്കിയാണുള്ളത്. അപ്പം കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്നത് പോലെ പരിശോധിച്ചാൽ മനസ്സിലാകും, തുർക്കിയുടെ ഡ്രോണുകൾ ഇന്ത്യക്ക് അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രോണുകൾ ഇന്ത്യക്ക് മുകളിലുള്ള ഡ്രോണുകൾ നിർമ്മിച്ചിരിക്കുന്നത് തുർക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ തുർക്കി എന്ന് പറയുന്ന രാജ്യം ഫ്രാൻസിനെ ഉൾപ്പെടെ ജർമ്മനിയെ ഉൾപ്പെടെ പല യുദ്ധങ്ങളും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിൽ ഇവരുടെ ഡ്രോണുകളൊക്കെ കാണിച്ചിട്ട് അല്ലെങ്കിൽ ഡ്രോണുകളെ ഭയന്ന് യുദ്ധമൊക്കെ അല്ലെങ്കിൽ ചില യുദ്ധങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു അല്ലെങ്കിൽ പിന്മാറി പോകേണ്ട ഒരവസ്ഥയുണ്ട്. അസർബൈജാൻ യുദ്ധത്തിനകത്തും ഈ തുർക്കി ഡ്രോണുകളുടെ കാര്യം വന്നപ്പോൾ തുർക്കിയുടെ ഡ്രോണുകളതിനകത്ത് വ്യക്തമായ സ്വാധീനം ചെലുത്തിയിരുന്നു, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ആ യുദ്ധം ജയിക്കാൻ സാധിച്ചതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അവരുടെ ഡ്രോണുകൾ നിസ്സാരമല്ല. അവർ ഡ്രോൺ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ ഡ്രോണുകളുടെ കച്ചവടത്തിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് പിടിച്ചിരിക്കുന്ന രാജ്യം. അപ്പൊ കഴിഞ്ഞ ദിവസം പറ്റിയ കുഴപ്പം എന്ന് പറഞ്ഞാൽ 400ഓളം ഡ്രോണുകളാണ് 2 ദിവസം കൊണ്ട് നമ്മൾ വെടിവെച്ചിട്ടത്. അതായത് S-400 എന്ന് പറയുന്ന സംവിധാനം ഉണ്ടെന്ന് ഉറക്കെ പറയുമ്പോഴും ഇലക്ട്രോണിക് സംവിധാനവും അല്ലെങ്കിൽ ലേസർ സംവിധാനവും അതിന്റെ കൂടെ ഏറ്റവും കൂടുതലായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത തദ്ദേശികമായിട്ടുള്ള ഈ പ്രതിരോധ സംവിധാനം ഇതിനകത്ത് വലിയ വലിപ്പത്തിൽ ഇടപെട്ടു അല്ലെങ്കിൽ വലിയ വലിപ്പത്തിൽ പ്രവർത്തിച്ചു. അതുകൊണ്ട് ആണ് ഇതെല്ലാം അല്ലെങ്കിൽ നിർവീര്യമാക്കാൻ കഴിയുന്നത്. അപ്പൊ ഡ്രോണുകൾ, ഇവിടുത്തെ സംവിധാനങ്ങളുടെ മുമ്പിൽ തുർക്കിയുടെ ഡ്രോണുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ ഡ്രോണുകളാണ്, അല്ലെ വിദഗ്ധമായ ഡ്രോണുകളാണ്, എന്തിനെ അതിജീവിക്കുന്ന ഡ്രോണുകളാണെന്ന് പറഞ്ഞ് വെച്ചിരുന്ന അല്ലെ ലോകം കണ്ടിരുന്ന തുർക്കിയുടെ ഡ്രോണുകൾ ഇന്ത്യയുടെ മുമ്പിൽ നിർവീര്യമാകുന്ന ഒരു അവസ്ഥ. ഇതിനൊക്കെ തുർക്കി വീണുപോയി. കാരണം തുർക്കിയുടെ ഈ മേൽക്കോയ്മ, ഞങ്ങളുടെ ഡ്രോണുകളെ ആർക്കും അതിജീവിക്കാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ഡ്രോണുകൾ വളരെ അപകടകാരികളാണ്, അത് തൊടുത്താൽ അത് ലക്ഷ്യപ്രാപ്തി കാണും എന്നൊക്കെ പറയുന്നിടത്താണ് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ കരുത്തിന്റെ മുമ്പിൽ ഡ്രോണുകൾ നിഷ്പ്രഭമായത്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പ്രതിരോധ സംവിധാനം ഒക്കെ അടപടലം പൂട്ടുന്നൊരവസ്ഥ, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ മിസൈലുകൾ തകർന്നു വീഴുന്ന ഒരവസ്ഥ, പാകിസ്ഥാന്റെ വിമാനങ്ങൾ വഴിയിൽ ചാട്ടാവാതെ കിടക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സംവിധാനത്തിന് മുമ്പിൽ പാകിസ്ഥാൻ ഈ പറയുന്നത് പോലെ ഡ്യൂപ്ലിക്കേറ്റ് പാകിസ്ഥാൻ എന്നുള്ള രീതിയിലേക്കായി. കാരണം ഇത് ഈ 2 രാജ്യങ്ങൾക്കും കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ 2 രാജ്യങ്ങളെയും ലോകത്തുടനീളം ഈ രാജ്യങ്ങളുടെ ഇമേജ് എന്ന് പറയുമ്പോൾ ആ രാജ്യങ്ങൾക്ക് നാളെ കാലത്തെ ആയുധ കച്ചവടത്തിനും അല്ലെങ്കിൽ ഈ രാജ്യങ്ങളുടെ ആയുധങ്ങൾ ഇത്രക്കേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്കും ഈ ഒരു യുദ്ധം അതല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ മാറ്റിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് 2 രാജ്യങ്ങൾ പാകിസ്ഥാനൊപ്പം തകർന്നിരിക്കുന്നു. ചൈനയുടെ ഒക്കെ പരിപാടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചൈന ഇപ്പം ഏറ്റവും കൂടുതലായിട്ട്
ആ ഈ പണ്ട് ഈ പറയുന്ന നമ്മളുടെ കൂട്ട് ഈ യുദ്ധ സാമഗ്രികൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന രാജ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് ഇപ്പം ചൈനയുടെ എന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യുന്നില്ല, സ്വന്തമായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. ലോകത്ത് ഏറ്റവും വലിയ ആയുധങ്ങൾ റഷ്യയുടെ കൂട്ട് സമാനമായിട്ടുള്ള ആയുധങ്ങൾ, ഓരോ ആയുധവും റഷ്യ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ താണ്ട് അപ്പുറത്ത് അതിനെക്കാട്ടി വലുത് ഉണ്ടാക്കുക, അതിനെ മറികടക്കുന്നത് ഉണ്ടാക്കുന്നു, വിമാനങ്ങൾ ഉണ്ടാക്കുന്നു, അങ്ങനെ ഓരോ രീതിയിലും ലോകത്തെ വിളിച്ചറിയിക്കുകയും ഇത് ലോകരാജ്യങ്ങൾ ഈ ആയുധങ്ങൾ മേടിച്ചാൽ തന്റെ സുരക്ഷയ്ക്ക് ഗുണം ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ആയുധങ്ങൾ മേടിക്കാൻ തയ്യാറായിരിക്കുന്ന സമയത്തുമാണ് ഇതൊക്കെ വെറും ചീട്ടുകൊട്ടാരമാണ്, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഇതിനെ കൊണ്ടൊരു ഗുണവുമില്ല, പ്രതിരോധ സംവിധാനം തകർച്ചയിലാണ്, വിമാനങ്ങൾ തകർച്ചയിലാണ്, മിസൈലുകൾ പൊട്ടാതെ അതുപോലെ ആലിപ്പഴം വീഴുന്നത് പോലെ വീഴുന്നതാണ് എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് തെളിയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അതായത് തുർക്കിക്കും പാകിസ്ഥാനും സംഭവിച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. പാകിസ്ഥാനല്ല, തുർക്കിക്കും ഈ പറയുന്ന ചൈനയ്ക്കും രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. കാരണം അവരുടെ തുർക്കിയുടെ ആയുധങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഡ്രോണുകൾ ഒന്നും ഉപയോഗപ്രദമല്ല. അത് ഈ പറയുന്നത് പോലെ ശക്തമായ രാജ്യങ്ങളുടെ സംവിധാനങ്ങളുടെ മുമ്പിൽ തകരുന്നതാണ്. അല്ലെങ്കിൽ ഇന്ത്യ ഇപ്പം ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ ശക്തമായ രാജ്യമാണെന്ന് എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഈ ഒരു യുദ്ധം നമ്മൾക്ക് എന്തൊക്കെ കോട്ടമുണ്ടാക്കും അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നിരിക്കെ ലോകത്തെ തെളിയിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ശക്തി ഇസ്രായേലിനും ഒക്കെ അപ്പുറം അല്ലെങ്കിൽ ഈ പറയുന്ന പല രാജ്യങ്ങൾക്കും ഒക്കെ അപ്പുറമാണ് ഇവിടുത്തെ പ്രതിരോധ സംവിധാനവും നമ്മൾ തദ്ദേശികമായിട്ട് വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളും എന്നുള്ള ഒരു വലിയ ഖ്യാതി ഇന്ത്യക്ക് ഉണ്ടാകുമ്പോൾ ഇതേപോലെ തന്നെ ചൈനയുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളും തുർക്കിയുടെ കയ്യിലിരിക്കുന്ന ഡ്രോൺ സംവിധാനവും ഒക്കെ വളരെ മോശമാണ് എന്നുള്ള രീതിയിലേക്ക് വരും. കാരണം നമ്മൾ വിചാരിക്കുന്നതല്ല അതിന്റെ കാര്യം. ഈ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിനകത്ത് ഇറാനും ഹമാസും ഒക്കെ അവരുടെ ഡ്രോൺ അല്ലെങ്കിൽ അയൺ ഡോം സംവിധാനത്തെ അവരുടെ ഈ പ്രതിരോധ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ഒരു മിസൈൽ ഒന്നുമല്ല, 100 കണക്കിന് മിസൈൽ ഒരുപോലാണ് അയക്കുന്നത്. ഈ 100 കണക്കിന് മിസൈൽ ഒരുപോലെ അയക്കുമ്പോൾ ഇത്രയും ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ ആയണൊക്കെ പോലും അതിനെ അതിജീവിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അതിന്റെ ശ്രദ്ധയിൽപ്പെടാതെ ചില മിസൈലുകളൊക്കെ അവിടെ പോകുന്നുണ്ട്. ആ സ്ഥാനത്താണ് ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് ഇന്ത്യയുടെ പരിധിയിലേക്ക് ആയിരക്കണക്കിനല്ല 400ഓളം ഡ്രോണുകൾ നമ്മൾ നിർവീര്യമാക്കിയെന്ന് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അതിന്റെ കൂടെ മിസൈലുകൾ, അതിന്റെ പോലെ പോർവിമാനങ്ങളുടെ അല്ലെങ്കിൽ അറ്റാക്കിന് വേണ്ടിയുള്ള ശ്രമം. അപ്പം അതും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള നഗരങ്ങൾ, കാശ്മീർ, ഡൽഹിയിൽ ഇന്നലെ എയിം ചെയ്തു, വൈകിട്ട് അറിയാമോ? ഡൽഹി തലസ്ഥാനത്തേക്ക് എയിം ചെയ്തു, അതൊക്കെ നിർവീര്യമാക്കി. അതും ഏറ്റവും അവസാനം അവർ പരീക്ഷിച്ച മിസൈൽ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം 450 കിലോമീറ്റർ പരീക്ഷ, അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ആ മിസൈലാണ് പരീക്ഷിച്ചത്, അത് നമ്മൾ നിർവീര്യമാക്കി. അപ്പം ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഖ്യാതിയും അതുപോലെ ഈ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്നലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞല്ലോ, വനിതാ ഉദ്യോഗസ്ഥർ പറഞ്ഞല്ലോ, ബ്രീഫ് ചെയ്തല്ലോ, ഇതെല്ലാം തുർക്കിയുടേതായിരുന്നു. അപ്പൊ തുർക്കിക്ക് ഇനിയും പറയാനൊക്കത്തില്ല ഇന്ത്യയെ ആക്രമിക്കുന്നതിന് തുർക്കിയുടെ സഹായം ഉണ്ടായിരുന്നില്ലെന്ന്. അതുപോലെ തന്നെ ചൈനയ്ക്കും പറയാൻ പറ്റും. ചൈനയുടെ മിസൈലൊക്കെ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അത് അടുത്ത ടോക്കിനകത്ത് ഞാൻ പറയാം. ചൈനയുടെ മിസൈൽ ഏറ്റവും ആധുനികമെന്ന് പറയുന്ന മിസൈൽ അല്ലെങ്കിൽ റഷ്യയെ വെല്ലുന്ന മിസൈൽ എന്നൊക്കെ പറഞ്ഞ് കാണാൻ പോലും പറ്റാത്ത മിസൈൽ എന്നൊക്കെ പറഞ്ഞ മിസൈൽ ഇന്നലെ നമ്മൾ ജീവനോടെ പിടിച്ചിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, അത് നമ്മുടെ കയ്യിൽ ഇവിടെ വന്ന് കിടപ്പുണ്ട്, പൊട്ടിയിട്ടില്ല. കാരണം അതുപോലെ കിടക്കുക, മരിച്ച പോലെ കിടക്കുക കേട്ടോ, ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല, നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പാകിസ്ഥാന്റെ കൂടെ യുദ്ധത്തിൽ തീർന്നു പോയിരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ചൈനയും തുർക്കിയും. ഇന്ത്യക്ക് മുമ്പിൽ ചൈനയും തുർക്കിയും ഒന്നുമല്ല. ഈ പറയുന്ന പോലെ ചൈനയ്ക്കും മനസ്സിലായി ഇന്ത്യയുടെ ഒരു നടക്ക് ഏറ്റുമുട്ടി രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു രാജ്യമല്ല എന്ന് ഈ ഒരു അറ്റാക്ക്. കാരണം ചൈനയുടെ പ്രോക്സി ആണല്ലോ യഥാർത്ഥത്തിൽ പറഞ്ഞ പാകിസ്ഥാനെ കൊണ്ട് അടിച്ചു നോക്കിയത് രണ്ട് രീതിയിൽ. ഒന്ന്, നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്ത് താഴ്ക്കാം, എന്തുണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്നുള്ളത് കൂടി ഒന്ന് പരീക്ഷിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ആയുധങ്ങൾ എത്രത്തോളം ഉണ്ടെന്നൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനവും അല്ലെങ്കിൽ അത്തരത്തിലൊരു ആലോചനയും ഒക്കെ ആ ചതിയൻ രാജ്യത്തിന് കാണും. എന്തായാലും ആദ്യത്തെ ഇതുവരെയുള്ള പരീക്ഷണം ചൈനയ്ക്ക് തൃപ്തിയായി. ചൈന നമ്മൾ ലോകമെല്ലാം പറയുന്ന പോലെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, എല്ലാത്തിലും ഡ്യൂപ്ലിക്കേറ്റ് ആണ്, മരുന്നിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, മറ്റ് വസ്തുക്കൾ ഡ്യൂപ്ലിക്കേറ്റ്, ആയുധത്തിലും ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഇവനെ ഒരു കാലത്തും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള മെസ്സേജ് ഈ യുദ്ധത്തോടുകൂടി ലോകത്തുടനീളമാവുകയും തുർക്കി ലോകത്ത് ഏറ്റവും വലിയ ഡ്രോൺ സംവിധാനവും അല്ലെങ്കിൽ ആയുധങ്ങൾ, ചിപ്പ് എന്നൊക്കെ ഉണ്ടാക്കുന്ന രാജ്യമാണ്, ആരെയും മറികടന്നിരിക്കും, ലോകത്തെ വിറപ്പിച്ചുകൊണ്ടിരുന്നു
തുർക്കിയുടെ ഡ്രോണുകൾ, ആ ഡ്രോണുകളാണ് വെറുതെ കാക്കയത്ത് വീഴുന്നത് പോലെ ഇന്ത്യൻ സംവിധാനത്തിന് മുമ്പിൽ തറയിൽ വീണത്. അപ്പോൾ എത്ര ആയാലും തുർക്കിക്കും പാകിസ്ഥാനും ക്ഷീണം തന്നെയാണ്. ഇന്ത്യ വലിയ വലിപ്പത്തിൽ ഈ യുദ്ധത്തിൽ മുന്നോട്ട് പോവുകയാണ്. ലോകശക്തിയാണ് ഇന്ത്യ. ആർക്കും നേരിടാൻ അല്ലെങ്കിൽ ഒരു നടക്ക് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റാത്ത ശക്തിയാണ് എന്നുള്ള കാര്യങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് ഈ 2 ദിവസത്തെ പാകിസ്ഥാൻ അക്രമത്തോടു കൂടിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. യെസ്, പ്രശാന്ത് സാർ പറഞ്ഞതിലെ ഒരു പോയിന്റ് അതാണ്. റഷ്യയുടെയും ചൈനയുടെയും ലോകരാജ്യങ്ങൾക്ക് മുൻപിലുള്ള ക്രെഡിബിലിറ്റി പൂർണ്ണമായും തകർന്നു വീഴുന്ന ഒരു കാഴ്ച. എന്ത് വിശ്വസിച്ച് ഇവരുടെ കയ്യിൽ നിന്നും യുദ്ധക്കോപ്പുകൾ, ആയുധങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുമെന്ന് ലോകരാജ്യങ്ങൾ ആലോചിക്കുന്ന ഒരു നിമിഷം. ചൈനയുടെ കാര്യം പറയുകയേ വേണ്ട. എല്ലാ ലോക്കൽ പ്രൊഡക്റ്റുകളും ലോകരാജ്യങ്ങളുടെ മാർക്കറ്റുകളിലേക്ക് കയറ്റി അയക്കുന്നത് പോലെ യുദ്ധോപകരണങ്ങളും ആ രീതിയിൽ ക്വാളിറ്റി കുറഞ്ഞ രീതിയിൽ മേക്ക് ചെയ്തു എന്നുള്ളതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ പാളിച്ച. അത് കൃത്യമായി അവർ പാകിസ്ഥാനെ ഏൽപ്പിച്ചതാണ് ഇന്ത്യക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. എന്തായാലും ഇന്ത്യയുടെ ഒരു ശക്തി എന്തെന്ന് അളക്കുകയാണ് തുർക്കിയുടെയും ചൈനയുടെയും ലക്ഷ്യം. അതിൽ അവർ പരാജയപ്പെടുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ 3 ദിവസമായി കാണാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.